ഇപ്പൊ കാണുന്ന ആൾക്കാരൊക്കെ ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. ഇങ്ങനെ പലരും വന്ന് പറയും ഞാൻ സ്വപ്നം കണ്ടു. സുബ്ഹാനല്ലാഹ്. അതേതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ ഒരു സാധാരണക്കാരനോ വന്ന് പറഞ്ഞാൽ ചില മുസ്ലിയാമാര് സ്റ്റേജിൽ കയറിയിട്ട് അത് സ്വപ്നം കണ്ടോനാന്ന് പറഞ്ഞിട്ട് അവനോട്ട് ബഹുമാനിക്കുകയും ചെയ്യുന്നു. അത് അയാൾ ചോദിച്ചിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. ഇവനാണെങ്കിലോ എനിക്ക് കൃത്യമായി നിസ്കരിക്കാത്തവനാണ്, ചിലപ്പോ അതുപോലെ തന്നെ തമ്മാടിത്തം ചെയ്യുന്നവനാണ്. അള്ളാന്റെ റസൂലിന്റെ സ്വപ്നം കാണുന്ന വിധത്തിലുള്ള ഒരു നന്മയൊന്നും ഉണ്ട് എന്നിട്ട് തോന്നുന്നുമില്ല. ഈ സ്വപ്നത്തിനെ പറ്റി എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോ ഞാനത് നേരത്തെ ഒരു കിതാബിൽ കണ്ടുവച്ചിരുന്നു അതിന്റെ മറുപടി. പക്ഷെ എപ്പോഴും എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് അതെന്ന് ഞാൻ കാണിച്ചു കൊടുത്തൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹം സഖാഫിയാണ്, ആരിഫ് സഖാഫി. ഞാൻ അദ്ദേഹത്തെ സുകാര്യം വിളിച്ചു ചോദിച്ചു, അതേ മറുപടി ഒരു സ്ഥലത്ത് കണ്ടിരുന്നല്ലോ. പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ കിട്ടിയില്ല. ചുരുക്കി ഞാൻ പറയാണ്, ഇന്നലെ ഞാനിങ്ങനെ നടന്നു പോകും, എന്റെ മുന്നിൽ ഒരു കിതാബ്, കുറെ കിതാബുകളെ കൂട്ടത്തിൽ ഒരു പുതിയ കിതാബ് കണ്ടു. ഞാൻ മെല്ലെ അതിങ്ങോട്ട് എടുത്തു നോക്കിയപ്പോൾ ഞാനെ കണ്ട ഇബാറത്ത് അതിലുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു സ്വപ്ന വ്യാഖ്യാനം പറയുന്നതിൽ ഏറ്റവും പ്രഗൽഭനായ മഹാനാണ്. ആ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു അടുക്കൽ ചിലർ വന്നിട്ട് പറയും ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു എന്ന് പറയും. മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു എന്താണ് നീ കണ്ട വ്യക്തിയുടെ വിശേഷണങ്ങൾ, അള്ളാന്റെ റസൂലിന്റെ സിഫത്തുകളെ സംബന്ധിച്ച് നിന്നെ എന്തെല്ലാം സിഫത്തുകളിലാണ് കണ്ടത് എന്ന് ചോദിക്കും. അപ്പൊ റസൂലുള്ളാഹിന്റെ സിഫത്തുകളെ അയാൾക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ മുഹമ്മദ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു നീ കണ്ടിട്ടില്ല, കണ്ടത് നബിയല്ല. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും കണ്ടുവന്ന് പറയുമ്പോഴേ അയാൾ വലിയ മഹാനാണ് എന്നൊന്നും വിചാരിക്കാൻ പാടില്ല, അത് പറയാനും പാടില്ല. അവനവൻ തന്നെയും ഞാൻ വലിയ മഹാനാണെന്ന് വിചാരിക്കാൻ പാടില്ല. ശരിക്കും അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു, സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ മൻ റആനി ഫിൽ മനാമി, അതേ സ്വപ്നത്തിൽ എന്നെ വല്ലവനും കണ്ടാൽ അത് ഞാൻ തന്നെയാണ്, ശൈത്താൻ എന്റെ കോലത്തിൽ വരൂല എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വിശദമായി ഇമാമികൾ ആ കിതാബിൽ വിവരിച്ചിട്ടുണ്ട്. അത് ഇമാം സർക്കസി വിവരിച്ചിട്ടുണ്ട്, അതുപോലെ ഇമാം ഖറാഫി വിവരിച്ചിട്ടുണ്ട്. അത് രണ്ട് കക്ഷികളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഉറപ്പിച്ച് പറയാൻ പറ്റുന്നവർ ഒന്ന് സഹാബികളാണ്. സഹാബികൾ നേരിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരാണ്. അപ്പൊ സ്വപ്നത്തെ കാണുമ്പോ ഇത് റസൂലുള്ളാഹിയാണെന്ന് അവർക്ക് മനസ്സിലാകും. രണ്ടാമത്തത് അവർ നേരിൽ കണ്ട സഹാബികളല്ലെങ്കിലും കിതാബുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ശരിക്കും പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മനസ്സിൽ പതിഞ്ഞ ഒരാൾ ഉറക്കിൽ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അത് റസൂലുള്ളാഹിയാണെന്ന് അദ്ദേഹത്തിന് കണ്ടു പറയുന്നത് പോലെ ബോധ്യപ്പെട്ട ആളാണ്. അദ്ദേഹം കണ്ടതും നമുക്ക് ശരിവെക്കാം. ഇത് രണ്ടുമല്ലാത്ത ഒരാൾ നബിതങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാൽ ആ കാണുന്ന വ്യക്തി ഞാൻ റസൂലുള്ളാഹിയാണെന്ന് പറഞ്ഞാൽ പോലും, ഇനി മറ്റൊരാൾ ഇത് റസൂലുള്ളാഹിയാണെന്ന് പരിചയപ്പെടുത്തിയാൽ പോലും, ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്ത കക്ഷികൾ കണ്ടാൽ അത് കണ്ടത് റസൂലുള്ളാഹിയാണെന്ന് ഉറപ്പിച്ചുകൂടാ. അത് ചിലപ്പോൾ ശൈത്താൻ ചതിക്കാൻ വന്നതുമാകാം എന്നാണ് ഇമാം ഖറാഫിയും ഇമാം സർക്കസിയും വിവരിച്ചത്. ആ കിതാബിൽ ഞാൻ കണ്ടത്. ഓ സുഹൃത്തുക്കളെ, ഞാനിത് പറഞ്ഞു വന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ട കാലമാണ്. ആരും അതാ എന്തെങ്കിലും വിളിച്ചു പറയുന്ന സ്വഭാവം ഉണ്ടാകരുത്. അതുപോലെ ജനങ്ങൾ പിഴച്ചു പോകരുത്. നമ്മൾ നന്നായി വിഷയങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത്. ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോൾ ചില്ലറ മസലകളിൽ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ വീക്ഷണ വ്യത്യാസം ഉണ്ടാകാം. അതുപോലെ ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോൾ സംഘടനാ വ്യത്യാസമുണ്ടാകാം. അതിന്റെ പേരിൽ സുന്നത്ത് ജമാഅത്തുള്ള ഒരു പണ്ഡിതനെയും നിസ്സാരപ്പെടുത്തരുത്, ഒരു സയ്യിദിനെയും നിസ്സാരപ്പെടുത്തരുത്. അതേ, നമ്മളെ ആഖിറത്തിന്റെ കാര്യം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകണം. കളവ് പറയരുത്. കളവ് പറഞ്ഞാൽ ഖബറിൽ രക്ഷപ്പെടൂല. വൽ ഖിയാനത്തു, ചതിക്കാൻ പാടില്ല.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊണ്ടയിൽ കൈയിട്ട് ഛർദിച്ചു. എന്തേ കാരണം? അറിഞ്ഞൂടാത്ത പണി അറിയൂന്ന് വരുത്തി തീർത്തിട്ട് പണിയെടുത്തിട്ട് കിട്ടിയ പൈസ കൊണ്ട് പാല് വാങ്ങിച്ചു കൊടുത്തു അടിമ. അങ്ങനെ കിട്ടിയതാണ് ഇതിന്ന് അറിയാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാല് കുടിച്ചുപോയി. ആ വിവരം അറിഞ്ഞപ്പോൾ കുടിച്ചത് മുഴുവനും ഛർദിക്കാണ്. നമ്മളെ വയറ്റില് ഹറാമ് പെട്ടുപോകരുത്, ശുബ്ഹത്ത് പെട്ടുപോകരുത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ജീവിതം നയിക്കണം, ആരെയും ചതിക്കരുത്. വന്നമീമത്തു, പരസ്പരം തെറ്റിക്കാൻ വേണ്ടിയുള്ള സംസാരം നടത്തരുത്. രണ്ടാളെ തെറ്റിക്കാൻ, ഭാര്യനെയും ഭർത്താവിനെയും തെറ്റിക്കാൻ വേണ്ടി, അതെ അമ്മോസനെയും പിയാപ്പിളിനെയും തെറ്റിക്കാൻ വേണ്ടി അങ്ങനെ പാര വെച്ച് നടക്കുന്ന ചില മനുഷ്യന്മാരില്ലേ, അങ്ങനെ പാരവെപ്പ് പരിപാടി പാടില്ല. മുതലാളിനെയും തൊഴിലാളിയും തെറ്റിക്കാൻ വേണ്ടി, അങ്ങനെ അതാ നേതാവിനെയും അനുയായികളെയും തെറ്റിക്കാൻ വേണ്ടി അങ്ങനെയുള്ള സംസാരം പാടില്ല. അതും ഖബറിൽ കുടുങ്ങുന്ന സംഗതിയാണ്. വൽ ബൗലു, നാലാമത്തൊരു കാര്യം, മൂത്രമൊഴിച്ചാൽ ശരിക്ക് ശുദ്ധിയാകണം. അതില്ലെങ്കിലും ഖബറിൽ കുടുങ്ങാൻ സാധ്യതയുള്ള സംഗതിയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ, ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കൃത്യമായി നമ്മൾ നിസ്കരിക്കണം. നമ്മൾ ഒരാളെ സംബന്ധിച്ചും അതാ കുറ്റം പറഞ്ഞ് നടക്കരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. മരിക്കുമെന്ന ബോധത്തോടെ എല്ലാണും പെണ്ണും നിസ്കരിക്കുന്ന ജീവിതം നയിക്കണം. മരണത്തെ കുറിച്ച് എപ്പോഴും ബോധം വേണം. മഹാനായ അംർ ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതാ മദീനയിലുള്ള വ്യക്തികളിൽപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിന്റെ പെങ്ങള് അങ്ങകലെ താമസിക്കുകയാണ്. ആ പെണ്ണിന് സുഖമില്ലാതെ ആയപ്പോ കാണാൻ പോകുന്ന പതിവുള്ള ആളാണ്. ഒരു ദിവസം ആ പെങ്ങള് മരിച്ചുപോയി. മരണം കഴിഞ്ഞപ്പോൾ ആ പെണ്ണിനെ പരിചരണം നടത്തി ഖബറിൽ കൊണ്ടുപോയി മറമാടി. അവളെ മറമാടി തിരിച്ചു വരുമ്പോൾ ഓർമ്മ വന്നു, ഖബറിൽ മൂടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേഴ്സ് ഖബറിൽ വെച്ച് മറന്നുപോയി. ഖബറിൽ പേഴ്സ് വെച്ച് മറന്നുപോയി. അതിങ്ങ് വന്നപ്പോഴാ ഓർമ്മ വന്നത്. അപ്പോൾ അദ്ദേഹം ഒരാളെയും കൂട്ടിയിട്ട് പോയി ഖബറിന്റെ സമീപത്ത് പോയി ഖബർ തുറന്നപ്പോൾ കീസ് ഖബറിന്റെ മേലെ നിന്ന് കിട്ടി. അപ്പോൾ ആ കൂടെയുള്ള ആളോട് പറഞ്ഞു, തനഹ, നിങ്ങളൊന്ന് മാറി നിൽക്കണം, ഞാൻ എൻ്റെ പെങ്ങളുടെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കട്ടെ. ഖബറിന്റെ മൂടുകല്ല് അല്ലെ മൂട് പലക അതൊന്നൽപ്പം നീക്കി നോക്കുമ്പോൾ ഖബർ അതാ തീ കൊണ്ട് കത്തുകയാണ്. ഉടനെ തന്നെ അവിടെ മൂടിയിട്ട് ഖബറങ്ങ് മൂടി. ഉമ്മാന്റെ സമീപത്ത് വന്ന് പറഞ്ഞു, ഉമ്മാ അഖ്ബിർനി അമ്മാ കാനത് ഉഖ്തി അലൈ, എന്റെ പെങ്ങളെന്ത് തെറ്റാ ചെയ്തത് ഉമ്മാ. ഉമ്മ ചോദിക്കുന്നു, വലിമ തസ്അലു അൻ ഉഖ്തിക വഖദ് ഹലകത്, മരിച്ചുപോയ പെങ്ങളെ പറ്റി നീ എന്തിനാണ് മോനെ ചോദിക്കുന്നത്? അപ്പൊ പറഞ്ഞു, എനിക്ക് പറഞ്ഞു തന്നേ പറ്റുവോ, അവളെ ഖബറിന്ന് കത്തുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ പറഞ്ഞു, കാനത്ത് ഉഖ്തുകി തുഅഖിറു സലാ, നിന്റെ പെങ്ങള് ഖളാക്കി നിസ്കരിക്കുന്ന പെണ്ണാണ്, കൃത്യമായി നിസ്കരിക്കാറില്ല. വലാ തുസല്ലി ബിതഹാറത്തിൻ താമ്മ, അതിന്റെ പുറമെ ശരിക്ക് ശുദ്ധിയാകാറില്ല. മൂന്നാമതായി അവൾക്കൊരു ദുഷിച്ച സ്വഭാവമുണ്ട്. ആളുകളൊക്കെ അവരവരെ വീട്ടിൽ കിടന്നുറങ്ങിയാൽ അവള് മെല്ലെ പോയിട്ട് അവരെ വീട്ടിൽ നിന്ന് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും ചീട് വെച്ച് കേൾക്കും. അവരെ റൂമിന്റെ അടുത്ത് പോയി റൂമിൽ നിന്ന് സംസാരിക്കുന്നത് കേൾക്കും. എന്നിട്ട് അവൾ ആ സംസാരം പിറ്റേന്ന് പലരോടും പറയും. അങ്ങനെ ആളുകളെ തെറ്റിക്കാൻ വേണ്ടി
പ്രവർത്തിച്ചൊരു പെണ്ണാണ്. അത് തന്നെയാണല്ലോ എന്റെ പെങ്ങൾക്ക് ഈ ശിക്ഷ നൽകപ്പെട്ടതെന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, കൃത്യമായ നിസ്കാരം വേണം, സദഖ വേണം, ഖുർആനോത്ത് വേണം, തസ്ബീഹ് വേണം. നമ്മൾ ഒരിക്കലും തന്നെ പരസ്പരം തെറ്റിക്കുന്ന സംസാരം നടത്തരുത്, കള്ളം പറയരുത്, അതുപോലെ തന്നെ ശുദ്ധീകരണത്തിൽ യാതൊരു വീഴ്ചയും വരുത്തരുത്, അതുപോലെ നിസ്കാരം സമയം തെറ്റിക്കരുത്. ഇതിലൊക്കെ നമുക്ക് നല്ല ബോധം വേണമെന്ന് നിങ്ങളെയും എന്നെയും ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്‌ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ.